സുലുവും കൂടെ കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണം. അപ്പം ഫസ്റ്റ് തന്നെ അലോ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവളെന്നോട് ചോദിച്ചു, എടി എങ്ങനെ നമുക്ക് കൊറിയൻ ഗ്ലാസ് സ്കിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ഞാൻ പറഞ്ഞു, മോളെ വെറും 2 സാധനം. ഇതുപോലെയുള്ള പ്രൊമോഷൻസ് ഒരുപാട് കാണുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ യൂട്യൂബിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിരിക്കാം. നമ്മൾ ആ പ്രൊഡക്റ്റിനെ വിശ്വസിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ അത് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ പറയുന്ന വ്യക്തിയെ, അതായത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഫിലിം ആക്ടർ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആവാം, ആ വ്യക്തിയെ വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വെളുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവും എന്ന് കരുതി നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ആ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ വ്യക്തിക്കെതിരെ, അതായത് പ്രൊമോഷൻ നടത്തിയ ഈ സെലിബ്രിറ്റിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ കഴിയുകയോ ഇല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായും ഇവർക്കെതിരെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ഇവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ കഴിയും. അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷൻസ്, പെയ്ഡ് ആവാം പെയ്ഡ് അല്ലാത്തതാവാം, പ്രൊമോഷൻസ് നടത്തുന്ന ആൾക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു പറ്റിക്കലിന് നിങ്ങൾ ഇരയായിട്ടുണ്ടെങ്കിൽ ധൈര്യമായി കോർട്ടിൽ പോയി ഇവർക്കെതിരെ കേസ് കൊടുക്കൂ. എന്റെ ലീഗൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ കൂടി ചെയ്യൂ.